നമസ്തേ. ടോപ്പ് 7 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഒരു പകൽ അരമണിക്കൂറിൽ. $50 ലക്ഷം സിലിണ്ടറുകളുടെ പ്രതിദിന വിതരണവുമായി രാജ്യത്തെ പാചകവാതക വിതരണ രംഗം സുരക്ഷിതമെന്ന് പെട്രോളിയം മന്ത്രാലയം. മണ്ണെണ്ണയുടെയും LPGയുടെയും വിതരണം ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും ഗ്യാസ് വിതരണത്തിൽ മുൻഗണന നൽകണം. സംസ്ഥാനങ്ങൾക്ക് 48,000 കിലോമീറ്റർ മണ്ണെണ്ണ കൂടി വിതരണം ചെയ്യും. ആഭ്യന്തര LPG ഉൽപ്പാദനത്തിൽ 28% വർധനവ് വരുത്തിയിട്ടുള്ളതിനാൽ ഗാർഹിക ഉപഭോക്താക്കൾ പ്രതിസന്ധി നേരിടില്ലെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് വ്യക്തമാക്കി. In the last 5 days, LPG production has been increased by 28% through refinery directive, and further procurement is actually underway. Modi government's foremost priority is that the kitchen of India's 33 crore families, especially the poor and the underprivileged, do not face any shortage. Domestic supply is fully protected and the delivery cycle is unchanged. The standard time for booking to delivery for domestic LPG cylinders remains 2.5 days, unchanged from pre-crisis norm. Hospitals and educational institutions have been placed on uninterrupted priority supply, and their access to LPG is fully assured regardless of broader demand condition. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, സംസ്ഥാനങ്ങൾക്ക് 48,000 കിലോലിറ്റർ മണ്ണെണ്ണ കൂടി വിതരണം ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ആശങ്ക ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി ഇന്ന് പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിച്ചത്? സുരേഷ്, രാജ്യത്ത് ഒരു തരത്തിലുള്ള ഇന്ധനക്ഷാമവും ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നിപ്പോൾ ലോക്സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പെട്രോൾ ആണേലും ഡീസൽ ആണേലും മണ്ണെണ്ണയാണേലും വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ആണേലും രാജ്യത്ത് ആവശ്യാനുസരണം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. LPG വിതരണത്തിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങളും നിലവിൽ നേരിട്ടിട്ടില്ല എന്നുള്ളതും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കുന്നു. അതായത് രാജ്യത്ത് പ്രതിദിനം ഏതാണ്ട് 50 ലക്ഷം സിലിണ്ടറുകളാണ് വിതരണം ചെയ്യുന്നത്. ഈ 50 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്യാൻ നിലവിൽ ഭാരതം പര്യാപ്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മാത്രമല്ല, കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ LPG നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ശുദ്ധീകരണത്തിൽ ഏതാണ്ട് 28% വർധനവാണ് റിഫൈനറികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. രാജ്യത്തെ മുഴുവൻ റിഫൈനറികളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ശേഷിയിൽ കൂടുതൽ അതിൽ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറിച്ചുള്ള എല്ലാ വാദങ്ങളും വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയത്. ഒരു തരത്തിലുള്ള ക്ഷാമവും നിലവിലില്ല. വൈദ്യുതിക്ക് ഒരു തരത്തിലും വൈദ്യുതി തടസ്സപ്പെടുത്തില്ല. അതേപോലെ തന്നെ വൈദ്യുതി ആണെങ്കിലും പാചകവാതകമാണെങ്കിലും തടസ്സപ്പെടാതിരിക്കുവാൻ വേണ്ടി ഓപ്പറേഷൻ കിച്ചൺ കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഹർദീപ് സിംഗ് പുരി ഇന്നിപ്പോൾ ലോക്സഭയിൽ വ്യക്തമാക്കിയത്. അതിനുശേഷം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തി. ഈ വാർത്താ സമ്മേളനം കൈകാര്യം ചെയ്തത് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ആണ്. ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിദിനം 50 ലക്ഷം ഈ സിലിണ്ടറുകൾ രാജ്യത്ത് വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ നിലവിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. രാജ്യത്ത് ഒരിടത്തും ഇത്തരത്തിൽ സിലിണ്ടറുകൾ തീർന്നുപോയ സംഭവം ഉണ്ടായിട്ടില്ല. അതേസമയം ജനങ്ങൾ വളരെ പാനിക്കായിട്ട് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നു. അത് ചിലയിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങൾ അത് പൂർണ്ണമായും ഇത്തരത്തിൽ പരിഭ്രാന്തരായി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ളതാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. നിലവിൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഷോർട്ടേജുകളും ഇല്ല എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 ലക്ഷം കിലോ ലിറ്റർ മണ്ണെണ്ണ ഇപ്പോൾ നിലവിൽ ഓരോ പാദത്തിലും സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട്. ഇതിനു പുറമെ 48,000 ലിറ്റർ മണ്ണെണ്ണ കൂടി ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുകയാണ്. ഇതുവഴി റേഷൻ വിതരണം ഒരു തരത്തിലും മുടങ്ങില്ല എന്നുള്ള കാര്യം തർക്കമില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ 28% LPG ഉൽപാദനത്തിൽ 28% വർധനവാണ് വരുത്തിയിട്ടുള്ളത്. അതിനാൽ ഈ ഗാർഹിക ഉപഭോക്താക്കൾ ഒരു തരത്തിലുള്ള പ്രതിസന്ധി നേരിടില്ല. യുദ്ധം തുടരുന്ന ഒരു സാഹചര്യത്തിലും വരും ദിവസങ്ങളിലായി കഴിഞ്ഞാലും ആ തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകില്ല. ആ തരത്തിലുള്ള ഒരു ആശങ്കയെ വേണ്ട എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്, അല്ലേ?
തീർച്ചയായിട്ടും. അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ പോലും രാജ്യത്ത് ഏതാണ്ട് 9-ലധികം ദിവസം മുന്നോട്ട് പോകാനുള്ള കരുതൽ ശേഖരം ഭാരതത്തിന് പക്കലുണ്ട് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ല. അതായത് നേരത്തെ ഹോർമുസ് കടലിടുക്ക് വഴി, അതായത് രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന LPGയുടെ 60% ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 70% ഇന്ധനം മറ്റ് മാർഗങ്ങളിലൂടെ ഭാരതത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ലോക്സഭയിൽ ഹർദീപ് സിംഗ് പുരി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഇന്ധനക്ഷാമവും നിലനിൽക്കുന്നില്ല. മറിച്ച് ഈ ജനങ്ങൾ പാനിക്കായി LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് കൃത്യമായി ഇന്നിപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ വ്യാജമായി നിർമ്മിക്കരുത്, ജനങ്ങളെ പാനിക്കാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ നിർമ്മിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്താ ചാനലുകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. അതായത് പഴയ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കരുത് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ എന്നാണോ പകർത്തിയത് അതിൻ്റെ കൃത്യമായ സമയവും തീയതിയും രേഖപ്പെടുത്തണം. ഇങ്ങനെ ഒരു ദിവസം മുഴുവൻ ഒരേ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന ഒരു സമീപനം ഇപ്പോൾ വാർത്താ ചാനലുകൾ സ്വീകരിക്കുന്നു. അത്തരം സമീപനം ഒഴിവാക്കണമെന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വിവിധ സംവിധാനങ്ങൾ ഇപ്പോൾ വിവിധ മന്ത്രാലയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്ത് നിലവിൽ ഇന്ധനക്ഷാമമില്ല, സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഹർദീപ് സിംഗ് പുരിയും പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിന് പുറമെ ഇന്ധനത്തിനായി ഭാരതത്തെ സമീപിച്ച് ശ്രീലങ്കയും മാലദ്വീപും. രാജ്യത്തെ ആഭ്യന്തര ആവശ്യങ്ങൾക്കും ലഭ്യതയ്ക്കും അനുസരിച്ചായിരിക്കും തീരുമാനമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട്. ബംഗ്ലാദേശിന് ഡീസൽ നൽകുന്ന കാര്യം ഇന്ത്യ ഗൗരവമായി പരിഗണിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. Energy assistance to countries in the neighborhood. First, I would come to Bangladesh. As you know, ഭാരതത്തിന് വൻ നയതന്ത്ര വിജയം. ഹോർമോസ് കടലിടുക്കിലൂടെ ഭാരതത്തിന്റെ 2 എണ്ണക്കപ്പലുകൾക്ക് കടന്നുപോകാൻ ഇറാന്റെ അനുമതി. ഭാരതത്തിന്റെയും ഇറാന്റെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് അനുമതി ലഭിച്ചത്. ഇന്നലെ തായ്ലൻഡിന്റെ കപ്പൽ ഇറാൻ ആക്രമിച്ച സംഭവത്തെ ഭാരതം അപലപിച്ചു. ഭാരത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ ഭാരതത്തിന്റെ കപ്പലുകൾ കടന്നുപോകാനുള്ള അനുമതി നൽകണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ഇറാൻ ഭാരതത്തിന്റെ 2 ടാങ്കറുകൾ കടന്നുപോകാൻ അനുമതി നൽകിയത്. പുഷ്പക്, പരിമൾ എന്നീ ടാങ്കറുകൾക്കാണ് അനുമതി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിൽ കുറവുണ്ടാകുന്നത് പരിഹരിക്കാനാണ് നിർണായക നയതന്ത്ര ഇടപെടൽ ഭാരതം നടത്തിയത്. ഇന്നലെ തായ് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഭാരതം അപലപിച്ചു. കട്ല തുറമുഖത്തേക്ക് വരികയായിരുന്ന കപ്പലായിരുന്നു ആക്രമിക്കപ്പെട്ടത്. ഹോർമോസ് കടലിടുക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. കപ്പലിലെ ജീവനക്കാർ ഒമാൻ നേവിയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടിരുന്നു. ഹോർമൂസിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കൂടുതൽ നിർണായക ഇടപെടലുകൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, ജനം. ഇറാഖ് തീരത്ത് അമേരിക്കൻ എണ്ണ ടാങ്കർ ലക്ഷ്യമിട്ട് നടന്ന ഇറാൻ ആക്രമണത്തിൽ ഭാരതീയൻ കൊല്ലപ്പെട്ടു. മരിച്ച നാവികനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. US കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സേഫ്സി എന്ന ടാങ്കറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തെക്കൻ ഇറാഖിലെ ബോറൽ സുബേർ തീരത്തോട് ചേർന്നാണ് സംഭവം. സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് കപ്പലിൽ ഇടിക്കുകയായിരുന്നു. മരിച്ച നാവികന് പുറമെ 27ഓളം നാവികർ കപ്പലിലുണ്ട്. ഇതിൽ 15 പേരും ഭാരതീയരാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായും ഇവരെ ബസ്രയിലേക്ക് മാറ്റിയതായും ഇറാഖിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. മുൻമന്ത്രി ജി സുധാകരൻ CPM അംഗത്വം ഉപേക്ഷിച്ച് അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും. എളമരം കരീം തനിക്കെതിരെ കള്ള റിപ്പോർട്ട് തയ്യാറാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടത്തിയതായി ജി സുധാകരൻ ആരോപിച്ചു. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂട്ടുപിടിച്ച് തന്നെ വ്യക്തിഹത്യ നടത്തി പാർട്ടിക്ക് വേണ്ടി ജീവിച്ച തന്നെ ഇനി ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന CPM നേതാക്കളിൽ ഒരാളായ ജി സുധാകരൻ പാർട്ടിയിൽ നിന്നും നിവർത്തികെട്ട് പടിയിറങ്ങി.
എന്നാൽ ഈ പടിയിറക്കം അമ്പലപ്പുഴയിലെ പോർമുഖത്തേക്കെന്നും സുധാകരൻ വ്യക്തമാക്കി. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അവമാനം, ഈ പാർട്ടിക്ക് യോജിക്കാത്ത പെരുമാറ്റം, പാർട്ടിയെപ്പറ്റി അറിയാത്തവർ പാർട്ടി വക്താക്കളായി വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു പോകുന്നു. ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത ആ സ്ഥിതിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ചെയ്ത് ഒഴിവായി. 2-3 ആഴ്ചയായി പുതുക്കി. പാർട്ടി മെമ്പറല്ല, അത്രയേ ഉള്ളൂ. ഞാൻ സ്വതന്ത്രമായി ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട പാർട്ടി ജീവിതം എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന് പാർട്ടിയിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂട്ടുപിടിച്ച് പാർട്ടിക്കാർ തന്നെ നടത്തിയ അവഗണനയും അവഹേളനവും അക്കമിട്ട് നിരത്തി സുധാകരൻ വിശദീകരിച്ചു. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടക്കുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക. വ്യക്തിഹത്യ ആരെയും ഞാൻ നടത്തിയിട്ടില്ല, ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ അച്ഛനും വരെ വിളിച്ചിട്ടുണ്ട്, ഐൽസിംഗ് പറഞ്ഞു. അടുത്ത കാലത്ത് എൻ്റെ പേര് വരെ സുധാ കുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേരോട് സുധാ കുരൻ. ഞാൻ ഒരു മാധ്യമത്തോടും ഞാൻ മത്സരിക്കുന്നു എന്ന് ഇതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിനോടും ഒരു രാഷ്ട്രീയ പ്രവർത്തകരോടും ഞാൻ മത്സരിക്കുന്നതായി അറിയിച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ബേബി ബേബി എന്നോട്ടാണ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംസാരിച്ചത്. അതിന് മുമ്പ് സംസാരിച്ചത് ഇന്നലെയാണ് സംസാരിച്ചത്. നാസറുടെ നേതൃത്വത്തിൽ സുജാത അടക്കം അവരൊരു 10-12 സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ചന്ദ്രബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും വന്നു. എച്ച് സലാം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും പരാതി നൽകിയപ്പോൾ അതിന്റെ പേരിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ എളമരം കരീം നീക്കം നടത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമ്പലപ്പുഴ ഭൂരിപക്ഷം കോളേജ് എൻ്റെ പേരിൽ അന്വേഷണം, കരീമിൻ്റെ അന്വേഷണം. ഞാൻ 25 പേജിൽ യഥാർത്ഥത്തിലുള്ള മുഴുവൻ സ്ഥിതിവിവരൊക്കെ അടക്കം ജില്ലയിൽ എഴുതി കൊടുത്തു. വായിച്ച് നോക്കിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കരീം എഴുതി അവിടെ സമർപ്പിച്ച 22 ആരോപണമുള്ള ആ റിപ്പോർട്ടിനകത്ത് ഞാൻ ഈ കൊടുത്ത 25 പേജിൽ ഒരു വരി കോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഭാഗം കോട്ട് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ അവിടെ സംസാരിച്ചു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ആലപ്പുഴയിൽ നിന്നുള്ള സഹാക്കൾ ഒഴികെ ഒരൊറ്റയാൾ സംസാരിച്ചില്ല. ആ റിപ്പോർട്ടിനെ പിന്തുണച്ചില്ല. അവരൊന്നും മിണ്ടിയില്ല. കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള അവർക്കെല്ലാം കാര്യം മനസ്സിലായി. ഇവിടെ നിന്നുള്ള 4 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും മൃദുവായിട്ട് ഇങ്ങനെ മനസ്സിലേ ഉള്ളൂ. സുധാകരൻ സാർ ആലപ്പുഴ വേണമെന്നൊക്കെ സുധാകരപ്പുള്ളവർ പറയുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ പരീക്ഷണം നടത്തി എന്തടിസ്ഥാനത്തിലാണ് കരീമ റിപ്പോർട്ട് എഴുതുന്നത്? ആ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടല്ലായിരുന്നു. രക്തസാക്ഷി ജി ഭുവനേന്ദ്രന്റെ പേരിൽ തന്നെ ക്രൂശിക്കാൻ എന്തവകാശമാണ് ഇവർക്കുള്ളതെന്നും സുധാകരൻ ചോദിക്കുന്നു. അനുജൻ രക്തസാക്ഷി ഭുവനേശ്വരനെ കൊല ചെയ്ത കോൺഗ്രസ്സുകാരുടെ കൂടെ ചേരുകയല്ലേ? വ്യാപകമായിട്ട് ചേരുകയല്ലേ? കോൺഗ്രസിലോട്ട് പോവല്ലേ? രക്തസാക്ഷിയെ നീണ്ടു കാണിക്കാതാണ് എല്ലാവരും ഇപ്പോൾ ഈ സെറ്റെല്ലാം നടന്ന് പറയുന്നത്. ഇവർക്ക് എന്ത് അർഹതയാണ് ഭുവനേശ്വരനെ പറ്റി? ഇവർക്കറിയാമോ ഭുവനേശ്വരൻ ആരാണ്? ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വിഷമമുള്ള ഇവർക്കറിയും. പാർട്ടി അംഗത്വം വെടിഞ്ഞ് സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ഉയരുന്ന വ്യക്തിഹത്യകളെ ശക്തമായി നേരിടാനാണ് ജി സുധാകരന്റെ തീരുമാനം. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ജി സുധാകരൻ സ്വീകരിച്ച നിലപാട് UDF-നെ സഹായിക്കുന്നതിന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ഇങ്ങനെയൊരു നിലപാട് സുധാകരൻ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. സുധാകരനെതിരായ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ പോസ്റ്റർ പ്രചാരണം ജില്ലാ കമ്മിറ്റി അറിയാതെയെന്നും അദ്ദേഹം പറഞ്ഞു. ജി സുധാകരൻ സാർ ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് യഥാർത്ഥത്തിൽ പാർട്ടിയെയും LDF-നെയും ദുർബലപ്പെടുത്തുന്ന നിലപാടാണ്. ദീർഘകാലം നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും MLA-യും മന്ത്രിയും അതുപോലെ വിവിധ വിഭജന പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്ത സുധാകരൻ സാഹ് അങ്ങനെയുള്ളൊരു സഖാവിലൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് ഒട്ടും ശരിയായില്ല. ജി സുധാകരനെതിരെ മണി MLA പാർട്ടി വിട്ടാൽ സുധാകരൻ വെറും ഷൂ, പോയാൽ പോട്ടെന്ന് വെക്കും, അല്ലാതെ അയ്യോ മോനെ പോകല്ലേ എന്ന് പറയില്ല, ആരെയും കെട്ടിയിട്ടിട്ടില്ല എന്നും പാർട്ടിക്ക് കാര്യങ്ങൾ നോക്കാൻ അറിയാമെന്നും മണി പ്രതികരിച്ചു. ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാ, ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം, ഷൂവാ. അതിപ്പോ എനിക്കറിയത്തില്ല അവിടുത്തെ കാര്യങ്ങൾ. ആലപ്പുഴയിലെ കാര്യം അവരാ പറയുന്നത്. ആലപ്പുഴ എന്നാലും അയാള് പ്രസ്ഥാനം വിട്ടെന്നും പോകുന്നൊന്നും ശരിയല്ല. വെള്ളാപ്പള്ളി നടേശനടക്കം SNDP യോഗത്തിന്റെ നിലവിലെ ഭരണസമിതിയെ അയോഗ്യരാക്കിയ ഹൈക്കോടതി. കമ്പനി നിയമത്തിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. താൽക്കാലിക ചുമതലയ്ക്കായി ഡയറക്ടർ ബോർഡ് രൂപീകരിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. വാർഷിക റിട്ടേൺ അടക്കം സമർപ്പിക്കാത്ത കാരണമാണ് വെള്ളാപ്പള്ളി ഉൾപ്പെടുന്ന ഭരണസമിതിയെ പുറത്താക്കിയത്.
വെള്ളാപ്പള്ളി നടേശനടക്കം SNDP യോഗത്തിന്റെ നിലവിലെ ഭരണസമിതിയെ പൂർണ്ണമായും ഹൈക്കോടതി അയോഗ്യരാക്കി. SNDP യോഗത്തിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്ററെ അല്ലെങ്കിൽ റിസീവറെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അന്തരിച്ച എഴുത്തുകാരൻ MK സാനു ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. കമ്പനി നിയമപ്രകാരമാണ് SNDP യോഗത്തിന്റെ രജിസ്ട്രേഷൻ. എന്നാൽ 2006 ശേഷം വാർഷിക റിട്ടേണും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നായിരുന്നു ആവശ്യം. ഇത് അംഗീകരിച്ചാണ് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് വെള്ളാപ്പള്ളി ഉൾപ്പെടുന്ന ഭരണസമിതിയെ അയോഗ്യരാക്കി ഉത്തരവിട്ടത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ ഇതോടെ അയോഗ്യരായി. വിഷയത്തിൽ രജിസ്ട്രേഷൻ IG തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഭരണനിർവഹണത്തിനായി താൽക്കാലിക ഡയറക്ടർ ബോർഡിനെ സർക്കാർ നിയോഗിക്കണം. SNDP യോഗത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഈ ബോർഡിന് തുടരാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജനം, കൊച്ചി. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഫണ്ട് തട്ടിപ്പിൽ EDയുടെ കുറ്റപത്രം ഉടൻ. യൂണിയൻ നേതാവ് ജാസ്മിൻ ഷാ, ഭാര്യ ഷബ്ന അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിക്കുക. ജാസ്മിൻ ഷായുടെയും ഭാര്യയുടെയും ഉൾപ്പെടെ 1.44 കോടിയുടെ സ്വത്തുക്കളും ED കണ്ടുകെട്ടിയിരുന്നു. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് പ്രതികൾ വാഹനങ്ങളുടെ ലോൺ അടയ്ക്കുകയും സ്വത്ത് സമ്പാദനം നടത്തുകയും ചെയ്തുവെന്നാണ് EDയുടെ കണ്ടെത്തൽ. ജാസ്മിൻ ഷാ UNAയുടെ ദേശീയ പ്രസിഡന്റായിരിക്കെയാണ് ക്രമക്കേടുകൾ നടന്നത്. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് പ്രതികൾ വാഹനങ്ങളുടെ ലോൺ അടക്കുകയും സ്വത്തുക്കൾ വാങ്ങുകയും ചെയ്തുവെന്നാണ് ED കണ്ടെത്തിയത്. ജാസ്മിൻ ഷാ, ഭാര്യ ഷബ്ന MA, ഭാരവാഹികളായ ഷോബി ജോസഫ്, നിതിൻ മോഹൻ, ജിത്തു PD, AK സുജനപാൽ, ബിബിൻ N പോൾ, MV സുദീപ് എന്നിവരുടെ പേരിലായിരുന്നു കേസ്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന കേസുകളാണ് ചുമത്തിയിരുന്നത്. തൃശൂർ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിലായിരുന്നു ED കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 2017-2019 കാലത്തെ UNAയുടെ മെമ്പർഷിപ്പ് തുകയും ഫണ്ടുകളും വകമാറ്റി സ്വകാര്യ സ്വത്ത് സമ്പാദനങ്ങൾക്കായി ഉപയോഗിച്ചതായിരുന്നു കണ്ടെത്തൽ. പ്രതികളുടെ 5 സ്ഥാവര സ്വത്തുക്കളും 4 സ്ഥിര നിക്ഷേപങ്ങളും അടക്കമാണ് 1.44 കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ ED കണ്ടുകിട്ടിയിരുന്നത്. സംഘടനയുടെ ഫണ്ട് ബാങ്കിൽ നിന്ന് കറൻസിയായി പിൻവലിക്കുകയും ഒരു ഭാഗം സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയുമായിരുന്നു. ജനം, കൊച്ചി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം 4ാം ദിവസം പിന്നിടുമ്പോഴും വിഷയത്തിൽ ഇടപെടാതെ സംസ്ഥാന സർക്കാർ. പൊള്ളുന്ന വെയിലും അവഗണിച്ചാണ് 100 കണക്കിന് നഴ്സുമാർ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമരത്തിലിരിക്കുന്നത്. മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരം 4ാം ദിവസം പിന്നിടുകയാണ്. സമരത്തിലിറങ്ങിയവരുടെ ശമ്പളമടക്കമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് സ്വകാര്യ ആശുപത്രിയിലെ മാനേജ്മെന്റ് പ്രതികാര നടപടിയെടുക്കുന്നുവെന്നും ആരോപണമുണ്ട്. സർക്കാർ എപ്പോഴും വലിയ പ്രഗത്ഭന്മാരെ കൂടെ ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലായി. ഞങ്ങൾ ഓർത്തത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഒപ്പമുള്ള സർക്കാരാണെന്നാണ് ഞാൻ ഇതുവരെ ധരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും പാവപ്പെട്ട നഴ്സുമാരായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ഇടപെടാത്തത് ഞാൻ വിചാരിക്കുന്നു. നഴ്സിംഗ് സൈഡിൽ നിന്ന് ഞങ്ങൾക്കൊരു കോള് പോലും വന്നിട്ടില്ല. ഒരാളും തിരിച്ചു കയറണമെന്നോ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് റെഡിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള പലരും അവിടെ കയറി ജോലി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് സമയം വരെ ഞങ്ങളെ കൂടെ നിന്നവർ അവരാണ് ഇപ്പോൾ അവിടെ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ട്രെയിനീസിനെ കയറ്റുന്നുണ്ട് അവർ. ഇന്നലെ ഞങ്ങളെ തകർക്കാൻ എന്ന പോലെ പുതിയ റിക്രൂട്ട്മെൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഞങ്ങളവിടെ വേണ്ട എന്നുള്ള രീതിയിലാണ്. അതേസമയം നഴ്സുമാരുടെ സമരത്തിൽ വലയുകയാണ് രോഗികൾ. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്തതിൽ വലിയ ആക്ഷേപവും ഉയരുന്നുണ്ട്. നാളെ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് സമരം ശക്തമാക്കാനാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നീക്കം. ജനം, കോഴിക്കോട്. ഇടുക്കി അണക്കെട്ടിനായി മലനിരകൾ കാട്ടിക്കൊടുത്ത വനവാസി മൂപ്പൻ ചെമ്പൻ കുലുമ്പന്റെ കുടുംബത്തെ വഞ്ചിച്ച് സർക്കാർ. കുലുമ്പന്റെ കൊച്ചുമകൾ സുധാരാജപ്പന് സർക്കാർ നൽകിയ 50 സെന്റ് ഭൂമിയുടെ പട്ടയം അവരറിയാതെ റവന്യൂ വകുപ്പ് റദ്ദാക്കി. ഭൂമിയിലൂടെ പാത വെട്ടാനുള്ള പ്രാദേശിക രാഷ്ട്രീയ നീക്കമാണ് ഈ നടപടിക്ക് പിന്നിലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് കൊലുമ്പന്റെ കൊച്ചുമകൾ സുധാരാജപ്പന് 2020 സർക്കാർ 50 സെന്റ് വസ്തുവിന് പട്ടയം അനുവദിച്ചത്. എന്നാൽ യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ റവന്യൂ വകുപ്പ് സുധാരാജപ്പന്റെ പട്ടയം റദ്ദാക്കുകയായിരുന്നു. ഈ സ്ഥലത്തുകൂടി പൊതുവഴി കടന്നുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. 2022 വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഇവരുടെ പട്ടയഭൂമിയിൽ റോഡ് നിർമ്മിക്കാൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ പട്ടയത്തിൽ നൽകിയിരിക്കുന്ന സ്കെച്ചിൽ ഇങ്ങനെയൊരു വഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി പിന്മാറി. അന്ന് സ്ഥലം വിട്ടു നൽകണമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ പട്ടയം റദ്ദാക്കുമെന്നായിരുന്നു ഭീഷണി. അതിന് മുമ്പ് വില്ലേജ് ഓഫീസർ ഇന്ന് അയാൾ വന്നാണ് പട്ടയം ഇല്ലാതാക്കും എന്നൊക്കെ പറയാൻ ഒത്തിരി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും വില്ലേജ് ഓഫീസർ.
പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമെന്ന് ഓർത്തില്ല. പക്ഷെ ഇപ്പോഴാണ് പഞ്ചായത്തുകാർ പറയുന്നത് നമ്മുടെ സ്ഥലമല്ല, അത് പഞ്ചായത്തുകാരുടെ സ്ഥലമാണ്, അവരെടുത്തു, പഞ്ചായത്തിലോട്ടെടുത്തു, അതാണ് അവരുടെ റോഡ് പണിയുന്നതെന്ന് പറഞ്ഞാണ് അവർ പണിത്. മന്ത്രിയെ പെട്ടെന്ന് കളക്ടർ എല്ലാവരും കൂടെ നിന്ന് തന്നു. അന്നിങ്ങനെ 30 വർഷത്തിന് ഇത് വിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കൈമാറ്റം ചെയ്യാൻ പാടില്ല, 30 വർഷം കഴിഞ്ഞേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പട്ടയ റദ്ദ് ചെയ്തപ്പോൾ നിങ്ങളെ അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ ഈ വഴി പണിതപ്പോഴാണ് സംഭവം ഇത് അറിയുന്നത്. കാരണം വില്ലേജിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഈ വില്ലേജ് സാറ് ചെല്ലാൻ പറഞ്ഞ് കരം കെട്ടാൻ ചെല്ലാൻ പറഞ്ഞ് ചെന്നപ്പോഴല്ലേ അറിയുന്നത് കരം കെട്ടാൻ പറ്റത്തില്ല, ഇത് ക്യാൻസൽ ചെയ്തെന്ന് പറയുന്നത്. ക്യാൻസൽ ചെയ്തെന്ന് സാറ് പറഞ്ഞല്ലോ, ബ്ലോക്കൊക്കെ വെച്ചേക്കോ അയച്ച് ഇതിന് കെട്ടണമെങ്കിൽ ചില താമസം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പോരുകയും ചെയ്ത് കരം കിട്ടിയില്ല. വിശ്വാസവഞ്ചനയാണ് നിങ്ങളുടെ വിശ്വാസവഞ്ചന സർക്കാരും എല്ലാവരും കൂടി കാണിച്ചത്. പഞ്ചായത്തുകാരാണ് മുൻപന്തി നിന്നിത് ചെയ്തത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി എത്തി മുന്നറിയിപ്പ് ഏതുമില്ലാതെ റോഡ് കോൺക്രീറ്റ് ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പട്ടയം റദ്ദാക്കിയ വിവരം കൊലുമ്പന്റെ കുടുംബം അറിയുന്നത്. വഴി പണിയാൻ വന്നപ്പോഴാണ് ഈ പട്ടയം കരം കെട്ടുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ. പിന്നെ ഞാൻ വില്ലേജിൽ പോയി, വില്ലേജിൽ ചെന്നു, സാറ് ഇവിടെ വന്ന് നോക്കി. അപ്പോൾ സാറിനോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യുമെന്ന് കരം കെട്ടുമ്പോൾ എല്ലാം ശരിയാവുന്നു. പക്ഷേ കരം കെട്ടാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവർ പട്ടയം ക്യാൻസൽ ചെയ്ത് വെക്കുവാണ്. അതിന് കരം കെട്ടാൻ പറ്റത്തില്ല കേട്ടോന്ന് വില്ലേജിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്. എന്നാൽ പൊതുവഴി ഉൾപ്പെടുത്തി പട്ടയം നൽകിയെന്നാരോപിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു. ഇത് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ തഹസിൽദാർക്ക് നിർദ്ദേശവും നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയം റദ്ദാക്കിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ വാദം. പുതിയ പട്ടയം തയ്യാറായിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പ് പറയുന്നു. അതേസമയം പഴയ പട്ടയം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും റവന്യൂ വകുപ്പ് സ്വതയ്ക്ക് നൽകിയിട്ടുമില്ല. സർക്കാർ തങ്ങൾക്ക് ആദ്യം അനുവദിച്ച പട്ടയം മാത്രമേ അംഗീകരിക്കൂവെന്നാണ് കൊലുമ്പന്റെ കുടുംബത്തിന്റെ നിലപാട്. ജനം, ഇടുക്കി. പടിഞ്ഞാറേ കല്ലടയിലെ മുണ്ടകപ്പാടത്തിന് വൈദ്യുതി വിളയും. 50 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. കൃഷിയോഗ്യമല്ലാതെ വെള്ളക്കെട്ടായി കിടന്ന 330 ഏക്കറോളം സ്ഥലത്താണ് ഫ്ലോട്ടിംഗ് സോളാർ പ്ലാന്റ് യാഥാർത്ഥ്യമാവുക. ഈ ഒരു വാർത്തയോടെ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ. ശാസ്താംകോട്ട പടിഞ്ഞാറേ കല്ലടയിൽ കാലങ്ങളായി കൃഷിയോഗ്യമല്ലാതെ കിടക്കുന്ന പാടം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന ചിന്തയിലാണ് 50 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി പിറവിയെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടെ മുണ്ടകപ്പാടത്തെ വെള്ളക്കെട്ടിന് മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചതിനു പിന്നാലെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കടപ്പാക്കുഴി, കാക്കത്തോപ്പ്, താമരപ്പാടം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് പദ്ധതി. വെസ്റ്റ് കല്ലട നോൺ കൺവെൻഷൻ എനർജി പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഭൂ ഉടമകളെയും സർക്കാർ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി കമ്പനി ആക്ട് പ്രകാരം കമ്പനി രജിസ്റ്റർ ചെയ്തു. ഭൂമി ഈ കമ്പനിയിൽ നിക്ഷിപ്തമാക്കിയും അവ KSEBിക്ക് 25 വർഷക്കാലത്തേക്കും ആവശ്യമെങ്കിൽ തുടർന്നുമെന്ന വ്യവസ്ഥയിൽ പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. പദ്ധതിയുടെ നിർവഹണ ചുമതല നൽകിയിരിക്കുന്നത് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനാണ്. 250 കോടി രൂപ പദ്ധതിയുടെ അടങ്കൽ തുകയായി വകയിരുത്തി. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റിന് 3.04 രൂപ എന്ന നിരക്കിൽ KSEB എടുക്കാമെന്നും വ്യവസ്ഥയായിട്ടുണ്ട്. ഭൂമിയുടെ വിസ്തൃതിയും ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ യൂണിറ്റും കണക്കാക്കി പ്രതിമാസ ലാഭത്തിന്റെ 3% തുക ഭൂ ഉടമകൾക്ക് ലഭിക്കും. 330 ഏക്കറിൽ 15 ഏക്കർ പടിഞ്ഞാറേ കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ടെൻഡർ മുഖേന നിർമ്മാണം ഏറ്റെടുത്ത അപ്പോളോ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജനം, കൊല്ലം.